നമസ്കാരം. STV വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ RSSന് വേണ്ടത്ര വിജയം നേടാൻ കഴിയാത്തതിലുള്ള നൈരാശ്യമാണ് ഏങ്ങണ്ടിയൂരിലെയും ധർമ്മടത്തെയും കൊലപാതകങ്ങൾക്ക് കാരണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഭാരതീയ പട്ടിക ജനസമാജത്തിന്റെ ആഭിമുഖ്യത്തിൽ അയ്യങ്കാളിയുടെ 153ാം ജന്മദിനം ആഘോഷിച്ചു. CITU കൊടുങ്ങല്ലൂർ ഏരിയ സമ്മേളനം പുന്നയ്ക്ക് ബസാറിൽ നടന്നു. വിശദമായ വാർത്തകളിലേക്ക്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ RSSന് വേണ്ടത്ര വിജയം നേടാൻ കഴിയാത്തതിലുള്ള നൈരാശ്യമാണ് ഏങ്ങണ്ടിയൂരിലെയും ധർമ്മടത്തെയും കൊലപാതകങ്ങൾക്ക് കാരണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഏങ്ങണ്ടിയൂരിൽ വെട്ടേറ്റ് മരിച്ച CPM പ്രവർത്തകൻ ചെമ്പൻ ശശികുമാറിന്റെ കുടുംബത്തിനുള്ള ധനസഹായം കൈമാറുന്ന ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വികാരം കൊള്ളിക്കുന്ന നുണ പ്രചരിപ്പിക്കുന്നത് കലയായി സ്വീകരിച്ചവരാണ് RSS. ഇവരുടെ നിർദ്ദേശമനുസരിച്ച് പ്രവർത്തിക്കുന്ന ദേശീയ വനിതാ കമ്മീഷൻ പൊതുസംവിധാനം തകർക്കപ്പെടുന്നതിന് ഉദാഹരണമാണ്. വർഗീയ കലാപങ്ങൾ ഉയരുന്നത് തങ്ങൾക്ക് ശക്തി വർദ്ധിക്കുമെന്നാണ് RSS കരുതുന്നത്. ചാതോർ വർണ്ണത്തിന്റെ വക്താക്കളായ RSSന്റെ ലക്ഷ്യം പട്ടികജാതി വിഭാഗങ്ങളുടെ ഉന്മൂലനമാണെന്നും പിണറായി വിജയൻ പറഞ്ഞു. നമ്മുടെ നാട്ടിൽ വർഗീയത ഉയർത്തിക്കൊണ്ടുവരാനാണ് ശ്രമിക്കുന്നത്. വർഗീയ വികാരം വളർത്തിക്കൊണ്ടുവരാനാണ് ശ്രമിക്കുന്നത്. തീവ്രവാദ രീതിയിലേക്കാണ് പോകുന്നത്. ഇന്നത്തെ സമൂഹത്തിൽ എന്തിന് ഒരാളെ എളുപ്പത്തിൽ കൊല്ലാവുന്നത് എങ്ങനെ എന്ന് പഠിക്കണം. എന്തിന് അങ്ങനെ ഒരു പരിശീലനം തരണം. ആ പരിശീലനമാണ് ഇവരുടെ പരിശീലന കേന്ദ്രങ്ങളിൽ വെച്ച്, ചില പ്രത്യേക പരിശീലന കേന്ദ്രങ്ങളുണ്ട്, ആ പരിശീലന കേന്ദ്രങ്ങളിൽ വെച്ച് അവർക്ക് ലഭിക്കുന്നത്. അവരുടെ മിടുക്കാണ് നിർഭാഗ്യവാന്മാരായ ഒട്ടേറെ പേരുടെ ജീവൻ അപഹരിക്കാനിടയാക്കിയിട്ടുള്ളത്. അപ്പൊ ഇവരെ സമൂഹം തിരിച്ചറിയണം. ജനങ്ങൾ ഒറ്റപ്പെടുത്താൻ തയ്യാറാവണം. ജനങ്ങളിൽ ഒറ്റപ്പെട്ട അവസ്ഥയുണ്ടാവണം. ജനങ്ങൾ അതിനായി മുന്നിട്ടിറങ്ങുന്ന നില വരണം. വർഗീയതക്കെതിരെ മതനിരപേക്ഷത സംരക്ഷിക്കുന്നതിനു വേണ്ടി ജനങ്ങളാകെ ഒറ്റക്കെട്ടായി ഇറങ്ങുന്ന നില വരണം. നമുക്ക് ഈ നാട് പ്രധാനമാണ്. നമ്മുടെ നാടിനെ നമുക്ക് സംരക്ഷിക്കാനാവണം. നമ്മുടെ നാട് അക്രമികളുടേതായ ഒരു രംഗമായി മാറാൻ പാടില്ല. ആ കാര്യത്തിൽ ഇവരെ ഒറ്റപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള ഇടപെടൽ നല്ല രീതിയിൽ തന്നെ എല്ലാ മതനിരപേക്ഷ ചിന്താഗതിക്കാരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. മതനിരപേക്ഷമാണെന്ന് പറയുന്നത് കൊണ്ട് മാത്രം മതനിരപേക്ഷതയ്ക്ക് വേണ്ടി നിലകൊള്ളുമെന്ന് കണക്കാക്കണ്ട. അങ്ങനെയായിരുന്നുവെങ്കിൽ രാജഗോപാൽ ഇന്ന് അസംബ്ലിയിൽ ഇരിക്കുന്നുണ്ടാവില്ല. ആ ജയിപ്പിച്ചവരിൽ ഒരു വിഭാഗം മതനിരപേക്ഷമാണെന്ന് അവകാശപ്പെടുന്നവരാ. അപ്പൊ അത്തരം കള്ളനാണയങ്ങളെ തിരിച്ചറിയണം. അവസരവാദപരമായ നിലപാടെടുക്കുന്നവരെ ശരിയായ രീതിയിൽ തുറന്നു കാണിക്കാനാവണം. ശശികുമാറിന്റെ അച്ഛനും ഭാര്യയും മകളും ചേർന്ന് കുടുംബത്തിനുള്ള ധനസഹായം 21 ലക്ഷം രൂപ മുഖ്യമന്ത്രി പിണറായി വിജയനിൽ നിന്ന് ഏറ്റുവാങ്ങി. യോഗത്തിൽ CPM ജില്ലാ കമ്മിറ്റി അംഗം KV പീതാംബരൻ അധ്യക്ഷത വഹിച്ചു. സഹകരണ വകുപ്പ് മന്ത്രി AC മൊയ്തീൻ, ജില്ലാ സെക്രട്ടറി K രാധാകൃഷ്ണൻ, PK ബിജു MP, MLA മാരായ പ്രൊഫസർ KU അരുണൻ, KV അബ്ദുൽ ഖാദർ, NR ബാലൻ, MM വർഗീസ്, PM അഹമ്മദ്, ഹാരിസ് ബാബു എന്നിവർ സംസാരിച്ചു. ഭാരതീയ പട്ടിക ജനസമാജം എടത്തിരുത്തി കോഴിത്തുമ്പ് യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ അയ്യങ്കാളി ജന്മദിനാഘോഷം സംഘടിപ്പിച്ചു. ഭാരതീയ പട്ടിക ജനസമാജം സംസ്ഥാന സെക്രട്ടറി MS വിജയൻ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് VP ജയൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി MG സുന്ദരൻ, യൂണിറ്റ് പ്രസിഡന്റ് PK കലേഷ്, അമ്പിളി സുമേഷ്, കർണകി ദിനേശ് എന്നിവർ സംസാരിച്ചു. വിപുലമായ രീതിയിൽ ആഘോഷിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് കോഴിത്തുമ്പ്
പ്രദേശത്ത് ചുറ്റുവട്ടത്തുള്ള ആളുകളെ സംഘടിപ്പിച്ചുകൊണ്ടുള്ള ഈ 153-ാം ജന്മദിനം നമ്മൾ ആഘോഷിക്കുന്നത്. നമ്മൾ ഇപ്പോൾ ഇവിടെ എല്ലാവരും വിളക്ക് കത്തിച്ചു, അദ്ദേഹത്തിന് പൂവ് കൊണ്ട് അർച്ചന ചെയ്തു. നമ്മളെ സംബന്ധിച്ച് ഇവിടെ ഈഴവ സമുദായത്തിന് SNDP-യുടെ കീഴിൽ തന്നെ ശ്രീനാരായണ സ്വാമിനെ വളരെയധികം ചില്ലിൻ്റെ ഉള്ളിലിട്ടുകൊണ്ട് പൂവിട്ട് പൂജിക്കുന്നൊരു കാലഘട്ടം നമ്മൾ കാണാൻ സാധിക്കുന്നുണ്ട്. മുഹമ്മദ് നബിയെ അതുപോലെ തന്നെ ക്രിസ്തുവിനൊക്കെ തന്നെ പൂജിക്കുന്ന ഒരു പൂജ കർമ്മങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ പട്ടികജാതിക്കാരുടെ ദിനം വിളക്ക് വെച്ചുകൊണ്ട് കോട്ട വെച്ചുകൊണ്ട് പൂജിക്കേണ്ട രണ്ട് മഹാ വ്യക്തിത്വങ്ങളാണ് മഹാത്മാ അയ്യങ്കാളിയും അതേപോലെ തന്നെ ഡോക്ടർ BR അംബേദ്കറും. ഭാരതീയ പട്ടികജന സമാജം ചന്ദ്രാപ്പനി മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ അയ്യങ്കാളിയുടെ 153-ാം ജന്മദിനാഘോഷം സംഘടിപ്പിച്ചു. മഹിളാ സമാജം ജില്ലാ പ്രസിഡന്റ് സാവിത്രി ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. സമാജം മണ്ഡലം പ്രസിഡന്റ് MS വേണു അധ്യക്ഷത വഹിച്ചു. മനുഷ്യാവകാശ കൂട്ടായ്മ ജില്ലാ സെക്രട്ടറി PA കുട്ടപ്പൻ മുഖ്യപ്രഭാഷണം നടത്തി. സമാജം സംസ്ഥാന ജനറൽ സെക്രട്ടറി MS വിജയൻ, ജില്ലാ പ്രസിഡന്റ് KS അനിൽകുമാർ, KK ഗണേഷ്, PC സുബ്രഹ്മണ്യൻ, KV സുശീല, ബിന്ദു ഉണ്ണികൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. നമ്മളിതുപോലെ യോഗങ്ങളൊക്കെ നടത്തി ഒരു സംതൃപ്തി അടഞ്ഞ് അങ്ങോട്ട് പോകുമ്പോൾ ഇപ്പൊ നമ്മൾ അയ്യങ്കാളിയെയും മഹാത്മാ അയ്യങ്കാളിയെയും അംബേദ്കറെയും എല്ലാം ഇതുപോലുള്ള വേദികളിൽ ആദരിക്കുമ്പോൾ അവരുടെ രാഷ്ട്രീയത്തെ മാറ്റി നിർത്തിക്കൊണ്ട് ഉള്ള ഒരു മുന്നോട്ട് പോക്കാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും അവരെ അവഹേളിക്കുന്നതിന് തുല്യമായിരിക്കും ഇത്തരം നടപടികൾ എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം അംബേദ്കർ കൃത്യമായും വളരെ ശക്തമായും ഗാന്ധിജിയുമായി പോരാടിക്കൊണ്ടാണ് ദളിതർക്ക് വേണ്ടി ഇത്തരത്തിൽ ഇന്ന് എവിടെയൊക്കെ ദളിതർ എത്തപ്പെട്ടിട്ടുണ്ടോ അതിന്റെ കാരണക്കാർ യഥാർത്ഥത്തിൽ ഇവിടുത്തെ രാഷ്ട്രീയ നേതാക്കന്മാരോ അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളോ അല്ല, മറിച്ച് അംബേദ്കറും അയ്യങ്കാളിയും തന്നെയാണ്. CITU കൊടുങ്ങല്ലൂർ ഏരിയ സമ്മേളനം പുന്നയ്ക്ക ബസാറിൽ നടന്നു. CITU സംസ്ഥാന കമ്മിറ്റി അംഗം CK ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ വളർച്ചയ്ക്ക് നമ്മൾ നല്ലോണം വളർന്നിട്ടുണ്ട്. കേരളത്തിലെ ഏറ്റവും വലിയ തൊഴിലാളി സംഘടനയാണ് മെമ്പർഷിപ്പിൻ്റെ അടിസ്ഥാനത്തിൽ. ഒരു തർക്കമില്ല. അഖിലേന്ത്യാ തലത്തിൽ അങ്ങനെയല്ല കേട്ടോ, അതും കൂടി പറയും. അഖിലേന്ത്യാ തലത്തിലും നമ്മൾ നല്ല അളവിൽ ശക്തിപ്പെട്ടു വരികയാണ്. അത് വ്യത്യസ്തമായ ഒരു തൊഴിലാളി സംഘടനയാണ് എന്ന് പറയുന്നത് ഒരു ഭംഗിവാക്കല്ല. CITUവിൻ്റെ ഭരണഘടന വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. സാമൂഹ്യ പരിവർത്തനത്തിൻ്റെ പാഠങ്ങൾ തൊഴിലാളികളെ പഠിപ്പിക്കണമെന്ന് CITU അനുശാസിക്കുന്നു. മുതലാളിത്ത വ്യവസ്ഥ തകർക്കാതെ തൊഴിലാളി വർഗത്തെ ചൂഷണത്തിൽ നിന്ന് മോചിപ്പിക്കാനാവില്ല. മുതലാളിത്ത വ്യവസ്ഥ തകർക്കാതെ തൊഴിലാളി വർഗത്തെ ചൂഷണത്തിൽ നിന്ന് മോചിപ്പിക്കാനാവില്ല. ദൃഢനിശ്ചയത്തോടുകൂടി CITU വ്യക്തമാക്കുകയാണ്. ഏരിയ പ്രസിഡന്റ് CM വേലായുധൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ KV ഹരിദാസ്, KV ജോസ്, EG സുരേന്ദ്രൻ, CK അബ്ദുൾ മജീദ്, MA വിജയൻ എന്നിവർ സംസാരിച്ചു. മുതിർന്ന നേതാവ് KA മുഹമ്മദിനെ ചടങ്ങിൽ ആദരിച്ചു. ഇനി ഒരിടവേള.